ഈ ഇടക്കാലത്ത് ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പറയുകയാണ്, തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സാധിക്കുമോ നിലവിലെ സാഹചര്യത്തിൽ? അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ മിന്നുന്ന വിജയം തൃശ്ശൂരിൽ ഏതാണ്ട് 3.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് 6 ഇടത്തും അദ്ദേഹം ലീഡ് ചെയ്തു. അത് സാമാന്യം തരക്കേടില്ലാത്ത ലീഡ്. എന്തായാലും ഒരു മണ്ഡലത്തിൽ ഒരു 10,000 വോട്ടിന് പുറത്ത് ലീഡ് കിട്ടിയാലല്ലേ ഈ പറഞ്ഞ പോലെ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുള്ളൂ. 76,000, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ 7 മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധിക്കും. കാരണം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനെന്ത് ചെയ്യാൻ സാധിക്കും, ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു പാർട്ടി പ്രവർത്തകന്, ജയിച്ചു വരുന്ന ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സുരേഷ് ഗോപിയിൽ കണ്ടതാണ്. അദ്ദേഹം ഈ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നതിന് മുമ്പും 5 കൊല്ലം അദ്ദേഹം തൃശ്ശൂരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം 5 കൊല്ലവും 365 ദിവസവും തൃശ്ശൂരിൽ ഇങ്ങനെ മറ്റേ ഫ്ലെക്സ് വെക്കുന്നത് പോലെ കെട്ടിയൊരുങ്ങി നിൽക്കുകയല്ല ചെയ്തത്. മറിച്ച് തൃശ്ശൂരിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനാവശ്യമായ കേന്ദ്ര ഫണ്ടുകൾ, അദ്ദേഹം ഒരു MP ആയിരുന്നു, രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് MP ആയിരുന്നു അദ്ദേഹം, പ്രധാനമന്ത്രിയുടെ കെയർ ഓഫിൽ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവിടെ ഫണ്ടുകൾ ലഭ്യമാക്കിയും അതുപോലെ സഹായങ്ങൾ ആർക്കാണോ സഹായം ലഭിക്കേണ്ടത് അവർക്ക് കൃത്യമായി സഹായങ്ങൾ എത്തിക്കുകയും അത് സർക്കാർ നമ്മുടെ MLA-മാരും MP-മാരുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ സർക്കാർ ഫണ്ടുകൾ മാത്രം, പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ, കയ്യിൽ നിന്നും. അതാണ് സർക്കാർ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ പരമാവധി അവിടെ എത്തിക്കുകയും അതിനുപരി തൻ്റെ കൈവശം അദ്ദേഹത്തിനൊരു ട്രസ്റ്റുണ്ട്, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മൂത്ത മകളുടെ പേരിൽ ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഒരു വീട് ജപ്തി എന്ന് നമ്മളൊരു ചിത്രം കണ്ടു. ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീടിൻ്റെ ജപ്തി വന്നപ്പോൾ ആ കുടുംബത്തെ സഹായിക്കാൻ ആ വാർത്ത കണ്ട ഉടനെ തന്നെ സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് അതിലേക്ക് നടപടി സ്വീകരിക്കുകയും ആ പണം അവരെ വിളിച്ച് സംസാരിച്ച പണം അടയ്ക്കാം എന്ന് പറഞ്ഞ പണം അടയ്ക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ വീട് തിരികെ കിട്ടി. അത് ഈ ഭവന പദ്ധതിയിൽ കൂടെ ലഭിച്ച വീടാണ്. എന്നിട്ട് പോലും ആ വീട് ജപ്തിക്ക് ഇരയായി എന്നുള്ളതാണ് വളരെ ദുഃഖകരമായൊരു സംഭവം. പക്ഷേ അവിടെയും സുരേഷ് ഗോപി തൻ്റെ ആ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ പെട്ടെന്ന് അവിടെ ഇടപെടുകയും അവർക്ക് കൃത്യമായിട്ടും ആ സഹായം, അർഹിക്കുന്ന സഹായം അവിടെ എത്തിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് ഈ നമ്മുടെ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തെ കല്ലെറിയുകയും പഴി പറയുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വലിയ കയ്യടി കൊടുക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. അപ്പോൾ നമ്മൾ മാപ്രകളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി പറയുന്നത്, ഞാനിവിടെ ഒരു മഹാമേരു പോലെ നിൽപ്പുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, മികച്ച 7 സ്ഥാനാർത്ഥികളെ ഞാനിവിടുന്ന് ജയിപ്പിച്ചു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് BJP നേതൃത്വത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കാരണം CPM-നെ പോലെയാണ്, അവർ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വളരെ വൈകും. CPM അങ്ങനെയാണല്ലോ, ഒരു സത്യം തിരിച്ചറിയാൻ ഏറ്റവും കുറഞ്ഞത് 20 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം 1980-കളിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്ത അവർ 2000 ആണ്ടായപ്പോൾ കമ്പ്യൂട്ടറിനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ ഒരു പ്രഭാവം ഇവിടെയുണ്ട്, സ്വാധീനം ഇവിടെയുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ, സ്വാധീനമുള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. അതും കൂടി അദ്ദേഹം ലക്ഷ്യമിട്ടാൽ മാത്രമല്ലേ ഈ നിയമസഭയിലേക്ക് തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷൻ മാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമല്ല, അവിടുത്തെ പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് BJPക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പറ്റണം. പരമാവധി പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സുരേഷ് ഗോപിക്ക് ഈ ടെക്നിക്ക് അറിയാം. അദ്ദേഹം ഒരു നല്ല നടൻ മാത്രമല്ല, നല്ല രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അദ്ദേഹത്തിന് ഈ സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ പറ്റിപ്പോകും, ചിലപ്പം വളരെ വൈകാരികമായിട്ട് സംസാരിക്കും എന്നൊക്കെ ഉള്ളൂ.
പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പച്ചയായ മനുഷ്യനാണ് സുരേഷ് ഗോപി. അതുകൊണ്ടാണ് സങ്കടം കാണുമ്പോൾ അദ്ദേഹവും കൂടെ സങ്കടപ്പെടുന്നത്, സന്തോഷിക്കുമ്പോൾ അദ്ദേഹവും കൂടെ സന്തോഷിക്കുന്നത്. ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യം, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ വോട്ടുള്ളൊരു സ്ഥലം തൃശ്ശൂരാണ്, തിരുവനന്തപുരം അല്ല. തിരുവനന്തപുരത്ത് മറ്റു പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പിൻബലമുള്ള, രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു സ്ഥലം തൃശ്ശൂരാണ്. അത് നമുക്ക് എഴുതിത്തള്ളാവുന്ന കാര്യമല്ല. വളരെ കൃത്യമായിട്ട് ജാതിമത സമവാക്യങ്ങളെല്ലാം അനുസരിച്ച് അവിടെ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ വാർഡ് മുതൽ നിയമസഭ വരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും. ഈ പറയുന്ന ഗുരുവായൂരിൽ പോലും ബി ജെ പിക്ക് ജയിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. നാം കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ പരിശോധിച്ചാൽ ആ ജില്ലകളിലൊന്നും ഈ ക്രൈസ്തവ വിഭാഗം, ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് നാം കണ്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂർ അതിന് മറിച്ചാണ്. കാരണം തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടാണ് ബി ജെ പിയുടെ. അതെ, ആ രീതിയിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്, അവരെ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ തൃശ്ശൂർ ജില്ല നമ്മളെടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ കാര്യമേ നമ്മൾ പറഞ്ഞുള്ളൂ. തൃശ്ശൂർ ജില്ല ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തൃശ്ശൂരിൽ ജില്ലയിൽ വരുന്നു. അതുപോലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജില്ലയാണ് തൃശ്ശൂർ. വാസ്തവം പറഞ്ഞാൽ ഒരു മുഴുവൻ ലോക്സഭാ മണ്ഡലവും 2 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗികമായ പ്രദേശങ്ങളും തൃശ്ശൂരിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ബി ജെ പി. നമ്മൾ ആലത്തൂർ എടുത്ത് നോക്കൂ, ചാലക്കുടിയിലാണ് BDJS മത്സരിച്ച് ബി ജെ പി ഇത്തിരി, അല്ലെങ്കിൽ NDA ഇച്ചിരി പുറകിലായിപ്പോയത്. പക്ഷേ ആലത്തൂരിൽ ആ ടീച്ചർ വന്ന് മത്സരിച്ചിട്ട് വലിയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ബി ജെ പി 34,000 വോട്ടുകൾ അവിടെ നേടി. ചെറിയ കാര്യമല്ല അത്. 20,000-ൽ നിന്നാണ് 34,000-ലേക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് തൃശ്ശൂരിൽ കൃത്യമായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അവിടെ MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ അതീ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന മഹാമേരു അവിടെ നിൽക്കുകയും അടിയുറച്ച് നിൽക്കുകയും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വാർഡ് തലം തൊട്ട് ബി ജെ പിക്ക് പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടാകുകയും ചെയ്താൽ, ഭൂരിപക്ഷം വാർഡുകൾ പിടിച്ചെടുത്ത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ അത് വലിയ നേട്ടമായി മാറും. തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ 1, 2 ഒന്നുമല്ല, അതിൽ കൂടുതൽ MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിനോട് വ്യത്യാസമുണ്ട്. പൊളിറ്റിക്കൽ വോട്ട് ധാരാളമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്, ലോക്സഭയിലേക്ക് മത്സരിച്ചത് CPI ആണ്. അതുപോലെ നിയമസഭാ മണ്ഡലങ്ങൾ പലതിലും മത്സരിക്കുന്നത് CPI ആണ്. അവിടെ CPM-നേക്കാൾ കൂടുതൽ സ്വാധീനം CPI-ക്കുണ്ട് എന്ന് CPI കരുതുന്നു. CPM അത് അംഗീകരിക്കുന്നില്ല. കാരണം അവിടെ ലോക്സഭയിലായാലും ഇപ്പോൾ പല മന്ത്രിമാരുടെ എല്ലാം, പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ എല്ലാം ഇടം നിയമസഭയിൽ, അതെ, നിയമസഭ മണ്ഡലങ്ങൾ, ലോക്സഭയിൽ അവർക്ക് തന്നെയല്ല സീറ്റ്. ലോക്സഭയിൽ അവർ തന്നെയാണ് മത്സരിച്ചത്. സുനിൽകുമാർ തോറ്റുപോയി. ഇപ്പോൾ റവന്യൂ മന്ത്രി രാജൻ തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ്. അതുപോലെ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ ജയിച്ചത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPI-യുടെ കാൻഡിഡേറ്റാണ്. CPI-ക്ക് അത്യാവശ്യം സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. അവിടെ CPI-യെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്താൽ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഈ CPI കൊണ്ടുപോകുന്ന പല വോട്ടുകളും ബി ജെ പിക്ക് സുരേഷ് ഗോപി വഴി പിടിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഒരു നടൻ എന്നുള്ള ഇമേജ്, സൂപ്പർ സ്റ്റാർ എന്നുള്ള ഇമേജ്, അതൊക്കെ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒപ്പം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയവും ചെന്ന് ആശ്രയിക്കാം, കൈനീട്ടാം, അദ്ദേഹം സഹായിക്കും. ഈ കൈനീട്ടാന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുക്കാൻ കൈനീട്ടലല്ല, സഹായം ചോദിച്ച് ചെല്ലുന്നവരെ അദ്ദേഹം സഹായിക്കും. അതിന് അദ്ദേഹം മുൻഗണന കൊടുക്കുന്ന ആളാണ്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരനല്ല, സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി എന്നൊരു ചിന്ത തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണല്ലോ അദ്ദേഹം അവിടുന്ന് ജയിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ജാതിമത സമവാക്യങ്ങളെല്ലാം മനസ്സിലാക്കി തൃശ്ശൂരിൽ മികച്ച സ്ഥാനാർത്ഥികളെ വാർഡ് തലത്തിൽ മത്സരിപ്പിച്ച്
വിജയിപ്പിച്ച് പഞ്ചായത്തുകളുടെയും തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും ഭരണം BJP പിടിച്ചെടുത്താൽ ഒരു സംശയവും വേണ്ട, തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇതാണ് പൊതുവെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന ഒരു ചിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.